ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അത് ലോകത്താവട്ടെ, ഇന്ത്യയിലാവട്ടെ, കേരളത്തിലാവട്ടെ, ഏറ്റവും വലിയ പ്രതിസന്ധി ഏതെന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടാവും. പല ആളുകൾക്കും പല മറുപടികളുണ്ടാവും. ഞാൻ പറയുന്നത് മുസ്ലിം ഉമ്മത്ത് ഇന്ന് ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നേതൃപ്രതിസന്ധിയാണ്. ഈ സമുദായത്തെ നേരാംവണ്ണം ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന നേതാക്കളുടെ എണ്ണം ഉമ്മത്തിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് നാം നേരിടുന്ന പ്രതിസന്ധി. മറ്റു പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി, നേതൃപ്രതിസന്ധി പരിഹരിച്ചാൽ പരിഹരിക്കാവുന്നതാണ് ബാക്കിയുള്ള എല്ലാ പ്രതിസന്ധികളും. അതുകൊണ്ടാണ് ഉമ്മത്ത് നേരിടുന്ന ഒന്നാമത്തെ പ്രതിസന്ധി നല്ല നേതൃത്വമില്ല എന്നതാണ് എന്ന് പറയുവാനുള്ള കാരണം. സാധാരണ പറയാറുണ്ട്, 1000 മുയലുകൾക്ക് ഒരു സിംഹം നേതാവായി വന്നാൽ, 1000 സിംഹങ്ങൾക്ക് ഒരു മുയൽ നേതാവായി വന്നാൽ, 1000 സിംഹങ്ങളുടെ നേതാവ് മുയലാണ് എങ്കിൽ ആ കൂട്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേവസരം 1000 മുയലുകൾക്ക് ഒരു സിംഹം നേതാവായി വന്നാൽ ആ കൂട്ടത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ, ഈ സമുദായത്തിൽ സിംഹങ്ങളില്ല എന്നുള്ളതല്ല, സിംഹങ്ങളുടെ നേതാവായി മുയൽ വരുന്നു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥന പ്രസിദ്ധമാണ്. നേതൃത്വത്തിന്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ. പടച്ചവനെ, രണ്ടിലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന. അതിന്റെ വാചകങ്ങൾ പല റിവായത്തുകളിലും വ്യത്യസ്തമാണ്. പക്ഷേ ആ പ്രാർത്ഥനയുടെ ചുരുക്കം അതായിരുന്നു. അംർ ഇബ്നു ഹിഷാം എന്ന് പറഞ്ഞാൽ അബൂജഹൽ, ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ രണ്ടിലൊരാളെ ഇസ്ലാമിന് കിട്ടണം എന്നായിരുന്നു നബിയുടെ ആവശ്യം, അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ആവശ്യം. യഥാർത്ഥത്തിൽ പ്രവാചകൻ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ലീഡറാണ്, മാതൃകായോഗ്യനായ ശക്തനായ ഒരു ലീഡർ. ഈ ലീഡർക്ക് പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുണ്ട്. അള്ളാഹു നിരന്തരമായി പ്രവാചകന് വഹി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആനുണ്ട് വെളിച്ചമായിട്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ പ്രവാചകൻ ഒരു ഉമറിന് വേണ്ടിയിട്ട്, രണ്ടിലൊരു ഉമറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ കാരണം, ഈ 2 മനുഷ്യരായിരുന്നു ആ കാലത്ത് ശക്തമായ സ്വാധീനശേഷിയുള്ള നേതൃശക്തിയുടെ ഒരു പ്രതീകമായിട്ട് അറിയപ്പെട്ടിരുന്നത്, കാണപ്പെട്ടിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബും അബൂജഹലും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ ഫലമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. ഉമർ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി ചിത്രം മാറി. സഹാബിമാര് അത് പറഞ്ഞിട്ടുണ്ട്. ഉമറില്ലാത്ത ഇസ്ലാമും ഉമറുള്ള ഇസ്ലാമും. ഇസ്ലാമിന്റെ ചിത്രം മാറി. അവിടുന്ന് അങ്ങോട്ട് ഉമർ നടത്തിയിട്ടുള്ള ജൈത്രയാത്രകൾ, പ്രവാചകന് ശേഷം ഖലീഫയായി വന്നപ്പോൾ, 2ാമത്തെ ഖലീഫയായി വന്നപ്പോൾ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇസ്ലാം ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് പ്രചരിക്കുവാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയത്. വലിയ ശേഷിയുള്ള, വലിയ വിഷനറി ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു ഉമർ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തെളിയിച്ചു. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ലീഡർഷിപ്പിന്റെ പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥനയിൽ നിന്ന്, ഈ നടപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ശേഷം മരണം വരെ, അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യം വരെ അദ്ദേഹം ചെയ്തിട്ടുള്ള നേതൃപരമായ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് നേതൃത്വം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ലീഡർഷിപ്പ് ഈ ഉമ്മത്തിന് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ, സംഘടനകളുടെ നേതൃത്വത്തിൽ, കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ, താഴെ തട്ടിൽ വരെയുള്ള നേതൃത്വങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ
തീർച്ചയായും ഈ സമുദായത്തിന്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അതുപോലുള്ള ലീഡർഷിപ്പ് വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സമുദായത്തിലില്ല എന്നത് ഒരു സത്യമാണ്. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ പിശകുകളുണ്ട് എന്നുള്ളതാണ്. ആ പിശകുകൾ എന്താണ്? ഒരു ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യത്തിലും മാതൃകയായതുപോലെ ഈ വിഷയത്തിലും മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ലീഡർ എന്നുള്ള നിലക്കും മാതൃകയാണ്. അതെന്തായിരുന്നു ആ ലീഡർഷിപ്പിന്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് അടുത്ത തവണ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.